കഴിഞ്ഞ തവണത്തതുപോലെ ഒരു തരംഗമൊന്നും ഉണ്ടാകില്ല. കേരളമാകെ ആഞ്ഞടിക്കുന്ന ഒരു തരംഗമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് ബി.ജെ.പി. ഭരണത്തെ നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം രാഹുലിനുണ്ട്. ആ നിലയ്ക്കുള്ള സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 65% നേടിയിട്ടാണ് ഈ 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയത്. അപ്പുറത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് വെറും 7%, ഇടതുപക്ഷത്തിന് അന്ന് 25%. ഇത്തവണ രാഹുലിനെതിരെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു. കാരണം പത്തനംതിട്ടയിൽ നല്ല രീതിയിൽ വോട്ടുകൾ നേടിയ കെ. സുരേന്ദ്രനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ വയനാട്ടിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന രൂപത്തിൽ വോട്ടെണ്ണുന്ന ദിവസം വരെയും അത് പറഞ്ഞു വെക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും. ആ തരത്തിൽ ദേശീയ നേതാക്കളൊക്കെ വയനാട്ടിലേക്ക് എത്തുകയും ചെയ്യും. നാളെ ഇപ്പോൾ സ്മൃതി ഇറാനിയൊക്കെ എത്തുകയാണല്ലോ. ഇപ്പോൾ ആനി രാജയെ ആണ് സി.പി.ഐയുടെ ദേശീയ നേതാവിനെയാണ് വയനാട്ടിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആനി രാജയ്ക്കെതിരെ എന്തിന് രാഹുൽ എന്ന് ചോദിക്കുമ്പോൾ, രാഹുലിന് ജയിക്കുന്ന ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പാർലമെന്റിൽ രാഹുലിന്റെ സാന്നിധ്യം ഉറപ്പിക്കുക എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2019 മോദി മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചിരുന്നത് ഹിന്ദു രോഷം ഭയന്ന് രാഹുൽ ഓടി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം. അതായത് അന്ന് വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ പാർലമെന്റിൽ ഒരു ശബ്ദമായി നിൽക്കുകയില്ലായിരുന്നു. മോദിക്കെതിരെ ശക്തമായ ഒരു ശബ്ദമായി നിൽക്കുകയില്ലായിരുന്നു. അദാനിക്കെതിരെ ശക്തമായ പ്രസംഗങ്ങൾ നടത്താൻ, പാർലമെന്റ് നടത്താൻ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന അതേ വാചകങ്ങൾ ഇവിടെ ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് കഷ്ടമാണ്. കാരണം മുന്നണി മര്യാദ എന്നൊരു വിഷയം ആണ് ആവർത്തിച്ച് CPI ആയാലും CPM ആയാലും പറയുന്നത്. CPM ആകട്ടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി അംഗമൊന്നുമല്ല, CPI ആണ്. അങ്ങനെ വരുമ്പോൾ ആ മുന്നണി മര്യാദ കാണിക്കേണ്ടിയിരുന്നത് രാഹുലിനെതിരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊരു തീരുമാനം CPI എടുത്തിരുന്നുവെങ്കിൽ അത് ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിന് ഞങ്ങളുടേതായ ഒരു സംഭാവന എന്ന നിലയ്ക്ക് പറയാമായിരുന്നു. രാഹുൽ മത്സരിക്കേണ്ടതേയില്ല, രാഹുൽ ജയിക്കേണ്ടതേയില്ല എന്നൊരു അഭിപ്രായം എന്തായാലും ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്കും സഖ്യകക്ഷികൾക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന രൂപത്തിൽ ഇവിടെ ബിനോയ് വിശ്വമായാലും പിണറായി വിജയനായാലും പ്രസംഗിക്കുന്നത് ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വയനാട്ടിലെ പ്രസംഗം സ്വാഭാവികമായും അവിടെ എത്തുമ്പോൾ സ്വന്തം പാർട്ടിയിൽ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം പിണറായി വിജയൻ ആവർത്തിച്ചു ചോദിക്കുന്നു. CA വിഷയത്തിൽ പിന്നീട് പ്രതികരിച്ചിട്ടില്ല, അസമിന് ശേഷം പ്രതികരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയുന്നു. ഇതൊക്കെ പക്ഷേ ആരെ സഹായിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ പതാകയില്ല, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടിയില്ല എന്നൊരു വിഷയം, അത് BJP ആണ് കഴിഞ്ഞ തവണ ഏത് രൂപത്തിൽ ഉപയോഗിച്ചു നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാന്റെ കൊടി എന്ന രൂപത്തിൽ അത് അമിത്ഷാ അടക്കം ദേശീയ തലത്തിൽ പ്രചരിപ്പിച്ചു. ആ കൊടി ആ രൂപത്തിൽ പ്രചരിപ്പിച്ച ശേഷം രണ്ടാം ഘട്ടത്തിൽ രാഹുൽ വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നു. ഇത്തവണ ഒരു കൊടിയും വേണ്ട, ത്രിവർണ്ണ ബലൂണുകളാണ് പറത്തിയത്. കൊടി വേണ്ട എന്ന തീരുമാനം വരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ കൊടി കണ്ടാൽ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ നോർത്തിലേക്ക് എത്തുമ്പോൾ അതല്ല സാഹചര്യം. ഈ കൊടിയിൽ നേരിയ വ്യത്യാസം നോക്കൂ. ലീഗിൻ്റെ കൊടിയിൽ ചന്ദ്രക്കല ഇടത്തോട്ടാണ്. പാകിസ്ഥാൻ്റെ ആണെങ്കിൽ ഒരു വൈറ്റ് മാർജിൻ ഉണ്ട്, അതിനപ്പുറത്ത് ചന്ദ്രക്കല വലത്തോട്ട്. ഈ രീതിയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ വ്യത്യാസം കാണിക്കാത്ത രീതിയിൽ അതാ പാക് പതാകയുമായി രാഹുൽ ഗാന്ധി അതാ വോട്ട് തേടുന്നു എന്ന പ്രചാരണം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞ തവണ ശ്രമിച്ചിട്ടുണ്ട് അവിടെ BJP. അതേ കാര്യം തന്നെ ഇത്തവണയും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ ഇത്തിരി ഖിന്നരാണ്. അതേ കാര്യം CPM ഏറ്റെടുത്ത് പറയരുത്, അത് ബുദ്ധിയല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആ രൂപത്തിലുള്ള പ്രചാരണത്തിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ദേശീയ സാഹചര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകുകയും ദേശീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട്, ജയിക്കേണ്ടതുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തുമ്പോൾ അതുകൂടി മുന്നിൽ കണ്ടാകണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CPI ആയാലും CPI ആയാലും നിലപാടെടുക്കാൻ എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ തവണത്തെ രീതിയിലുള്ള വലിയ ഭൂരിപക്ഷം 4,31,000 വോട്ട് എന്നൊന്നും പറയുന്നില്ല. എന്നിപ്പോൾ രാഹുലിനെ കണ്ടപ്പോൾ അത്രയ്ക്കും ജനസഞ്ചയം തടിച്ചുകൂടുകയും പ്രവർത്തകരും നേതാക്കളും അതിനപ്പുറം അണികളും ജനങ്ങളും ഒക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാഹുലിന് അങ്ങനെ ആളുകളോട് സംവദിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അദ്ദേഹം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അദ്ദേഹം ഇന്ന് സഞ്ചരിക്കുകയൊക്കെ ചെയ്തല്ലോ. ഇന്ന് ആദിവാസി കോളനിയിലൊക്കെ എത്തി ആളുകളോട് സംസാരിക്കുന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാവ് എന്നൊരു വികാരമുണ്ട്. മറ്റൊന്ന്, വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ജയിക്കാൻ ഉറപ്പുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു മണ്ഡലം രാഹുലിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ 2024 എത്രത്തോളം പ്രധാനമാണ് എന്ന് ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളും ആവർത്തിച്ച് പറയുമ്പോൾ രാഹുൽ കൂടി ജയിക്കേണ്ടത് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും ഈ നേതാക്കൾക്കും ഈ സഖ്യകക്ഷിയിൽ എല്ലാ പാർട്ടികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതികരണമാണ് വേണ്ടത്. തരംഗമൊന്നും ആവർത്തിക്കില്ലായിരിക്കാം, പക്ഷേ രാഹുൽ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇപ്പോൾ രാഹുൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം, രാഹുൽ ചെയ്ത കാര്യങ്ങളുടെ ഒരു പട്ടികയൊക്കെ രാഹുൽ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇറക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കിയാൽ മതി. ഈ പറയുന്ന മാതിരി പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വലിയ വിഷയം അവിടെ നിൽക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ വെടിവെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേന്ദ്രമന്ത്രി പോയിട്ടുണ്ട്. അത് അങ്ങനെ വെടിവെക്കാനൊന്നും സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എത്രത്തോളം നൂലാമാലകളുണ്ട് എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ 72-ലെ നിയമം മാറ്റി എഴുതുന്നതിനെക്കുറിച്ചുള്ള ആവശ്യം എത്രത്തോളം രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് മറുപടി പറയട്ടെ. Meet the editors.